+1 അലോട്ട്മെന്റ് ഫസ്റ്റ് വരുന്നത് ജൂൺ 2-ാം തീയതിയാണല്ലോ. നേരത്തെ ട്രയൽ അലോട്ട്മെന്റിന് കിട്ടിയവർക്ക് കിട്ടാതിരിക്കാനും നേരത്തെ ട്രയൽ അലോട്ട്മെന്റിന് കിട്ടാത്തവർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തെന്നാൽ നമ്മുടെ WGPA വാല്യൂ പ്രകാരമാണ് അലോട്ട്മെന്റിന് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുക എന്ന് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ WGPAയുടെ ഇക്വേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നിങ്ങളുടെ A+ എന്ന് പറയുന്നത്. ഗ്രേഡ് കുറയുന്ന ആൾക്കാർക്ക്, അതായത് ഗ്രേഡ് വാല്യൂ കുറയുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ WGPA കുറവായിരിക്കും. മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് WGPA കണക്കാക്കുന്നതിൽ 2 പ്രധാനപ്പെട്ട വാല്യൂകളുണ്ട്. ഒന്ന്, മുഴുവൻ സബ്ജക്റ്റുകളുടെയും ഗ്രേഡ് വാല്യൂ കൂട്ടുന്നുണ്ട്. മുഴുവൻ സബ്ജക്റ്റുകളുടെയും ഫോർ എക്സാമ്പിൾ 9A+ ഉള്ളൊരു കുട്ടിക്ക് 89 ആണല്ലോ ഗ്രേഡ് വാല്യൂ വരിക. കാര്യം 9 വിഷയത്തിൽ 81 മാർക്ക്, 9 × 9 81, പിന്നെ 8, ടോട്ടൽ 89 മാർക്കാണ് ആ കുട്ടിയുടെ ഗ്രേഡ് വാല്യൂ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഈ റീവാലുവേഷൻ വന്നതിന് ശേഷം ആ കുട്ടിയുടെ A ഗ്രേഡ് A+ ആയാൽ ഈ 89 എന്തായി? 90 മാർക്കായി. ഒന്നാമത്തെ ചേഞ്ച് അത് WGPA കൂടും. 2, ഈ കുട്ടി സയൻസിന് അപ്ലൈ ചെയ്തത് കൊണ്ട് സയൻസിന്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളായ PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ വിഷയങ്ങളിൽ ഇപ്പോൾ നേരത്തെ A ഗ്രേഡ് ഉണ്ടായിരുന്നത് ഫോർ എക്സാമ്പിൾ മാത്സിനായിരുന്നു A ഗ്രേഡ് എങ്കിൽ മറ്റ് 3 വിഷയങ്ങൾക്കും A+ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് 3 × 9 27 + 8 35 മാർക്കല്ലേ ഉണ്ടാവുക. അതിപ്പോൾ എന്തായിട്ടുണ്ടാകും? 36 ആയിട്ടുണ്ടാകും. റീവാലുവേഷന് ശേഷം മാത്സ് A+ ആയി. സോ വീണ്ടും WGPAയിൽ കൂടുതൽ വാല്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതായത് 9 നേരത്തെ 80000 ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഫോർ എക്സാമ്പിൾ 9.8000 ഒരു 1 വന്നേക്കാം. ആ 1 വലിയ മാറ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1 2 3 ഓക്കെ 1 യെസ് കറക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റീവാലുവേഷൻ ചേഞ്ച് ചെയ്ത കുട്ടിക്ക് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നേരത്തെ കിട്ടാത്തവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1. 2, നേരത്തെ നിങ്ങൾക്ക് 9A+ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ല WGPയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു 9A+ ഉള്ള കുട്ടി ഇതേ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് റീവാലുവേഷനിലൂടെ ഫുൾ A+ ആയിട്ടുമുണ്ട്. ആ കുട്ടിയും നീയും ഒക്കെ ഒരേ പഞ്ചായത്തിലാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ കുട്ടിക്കായിരിക്കും നിങ്ങളെക്കാൾ റാങ്ക് ഉണ്ടാവുക. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ചില മാറ്റങ്ങൾ, പല അലോട്ട്മെന്റിൽ നേരത്തെ ട്രയൽ അലോട്ട്മെന്റിന് കിട്ടിയ സീറ്റുകളെല്ലാം മറിയാൻ പോകുന്ന അലോട്ട്മെന്റ് കൂടിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. സത്യം പറഞ്ഞാൽ ഒരു നീതി എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റിന്റെ മുമ്പേ ആയിരുന്നു റീവാലുവേഷൻ വരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല. ട്രയൽ അലോട്ട്മെന്റിന് തന്നെ അവർക്കറിയാൻ കഴിയുമായിരുന്നു തങ്ങൾക്ക് എവിടെ കിട്ടും എവിടെ കിട്ടില്ല എന്ന്. എന്നാൽ ഇപ്പോൾ കിട്ടാത്തവർക്ക് പ്രതീക്ഷയും കിട്ടിയവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിന് ശേഷം റിവാലുവേഷൻ വന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ശരിയായ നടപടി ആയിരുന്നില്ല. ട്രയലിന് മുന്നേ വരാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിൽ അതായിരുന്നു നല്ലത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ട്രയൽ അലോട്ട്മെന്റിന് മുമ്പേ വന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് റിയാലിറ്റി കത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് എവിടെ കിട്ടും എവിടെ കിട്ടില്ല എന്നുള്ളത്. സോ ഈ വർഷം റിവാലുവേഷൻ ട്രയലിന് ശേഷം ഇന്നലെ വന്നതുകൊണ്ട് അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കിട്ടിയവർക്ക് ടെൻഷനായി, ഇനി കിട്ടൂലേ, വേറെ ആർക്കെങ്കിലും മാർക്ക് കൂടിയിട്ടുണ്ടാവുമോ, കിട്ടാത്തവർക്ക് പ്രതീക്ഷ കൂടുകയും ചെയ്തു. നല്ലത് തന്നെ. പക്ഷേ ട്രയലിന് മുന്നേ റീവാലുവേഷൻ വന്നിരുന്നെങ്കിൽ അതൊരു ജസ്റ്റിസ് ആകുമായിരുന്നു, അതൊരു നീതിയാകുമായിരുന്നു എന്ന് തന്നെയാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ്? റീവാലുവേഷൻ ട്രയൽ അലോട്ട്മെന്റിന് മുന്നേ വരുന്നതായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വന്നതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാകും. അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ വീഡിയോയിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ +1 സയൻസിലേക്ക് പോവുകയാണല്ലോ. സയൻസിലേക്ക് പോകുന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ നിലവിൽ അവൈലബിൾ ആണ്. മെറ്റീരിയൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഫ്രീയും ആണ്. എന്നാൽ മെറ്റീരിയൽ മാത്രം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം. താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഒരുപാട് പേര് സയൻസിൻ്റെ ബുക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കുകൾ കൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ, അവർക്ക് കൃത്യസമയത്ത് ബുക്ക് തുറന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചില വീഡിയോകളൊക്കെ ലേറ്റ് ആവുന്നത് കേട്ടോ. സോ
വാങ്ങാത്തവർ വാങ്ങുക, അത്രേ പറയാനുള്ളൂ. നിങ്ങൾ A+ലേക്ക് എത്തിക്കുന്ന MS സൊല്യൂഷൻസിന്റെ ഷുവർ A+ വാങ്ങാൻ മറക്കല്ല. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.